ഉപവാസ പ്രാർത്ഥനയുടെ ദിനം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ആത്മാവിൽ ആരാധിക്കുവാനും കർത്താവെ ഹല്ലേലൂയ ആത്മാവിൽ പല വിഷയങ്ങളെ കർത്താവെ കൃപയോടുകൂടെ പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ പിതാവെ ഇന്ന് ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പോൾ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന്റെ മുമ്പാകെ ഞങ്ങൾ ഇന്ന് പകൽ നേരം അടുത്തു വരുന്നു കർത്താവെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം, ബലപ്പെടുത്തണമേ അപ്പ. എല്ലാവിധ വേദനകളുടെയും ഭാരങ്ങളുടെയും പ്രതിസന്ധികളുടെയും എല്ലാം നടുവിൽ കർത്താവെ മാറ്റമില്ലാത്ത വചനത്തെ ശ്രവിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വെല്ലുവിളികളെ പോരുവിളികളെ മാറ്റിയപ്പങ്ങ് വിടുവിക്കുന്നതിനായി സ്തോത്രം, പോരാട്ടങ്ങളെ മാറ്റി വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഉയരത്തിലെ ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ അപ്പ. പുതുകൃപകളെ പകർന്നുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അപ്പാ സ്വർഗീയ പിതാവെ അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അപ്പന്റെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ചെടുത്തു വരുന്ന കർത്താവെ കൃപ ചെയ്യണം, ബലപ്പെടുത്തണം, പരിപാലിക്കണം, കാത്തു സൂക്ഷിക്കണമേ. എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ, വെല്ലുവിളികളുടെയും നടുവിൽ കർത്താവിന്റെ വലിയ മഹത്വം വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, പരിപാലിക്കണം, കാത്തു സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം തന്നെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ ഒരുമിച്ചെടുത്തു വരുവാൻ കർത്താവ് ഇന്ന് പകൽ നേരം നമ്മുടെ ജീവിതത്തിൽ സഹായിച്ചതിനോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ പ്രയാസങ്ങളുടെയും നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിൽ വിശ്വസ്ത ദൈവം നമുക്ക് അനുകൂലമായിട്ടുള്ളതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് അല്പനേരം ചില വചനങ്ങളെ നമുക്ക് ചിന്തിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് താണിരിക്കാം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 12-ാം അധ്യായം 28-ാം വാക്യം. ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ആമേൻ. സ്തോത്രം. പിടിച്ചുകെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് പകർന്നു കളയുവാൻ എങ്ങനെ കഴിയും? 28-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്തോത്രം. മതി. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യാൽ പല വീര്യപ്രവർത്തികളും നടക്കുവാൻ ഇടയായി തീർന്നു. ആ ഓരോ അടയാളങ്ങളും കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനാണ്, മാനവരാശിയുടെ രക്ഷകനാണ്, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവൻ, ദൈവത്തിന്റെ പ്രിയപുത്രൻ ലോകത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് കർത്താവിന്റെ കയ്യാൽ നടന്ന അത്ഭുതങ്ങൾ ഓരോന്നും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യാൽ നടന്ന അതിശയങ്ങൾ കാണുമ്പോഴൊക്കെയും യഹൂദന്റെ ഉള്ളിലേക്ക് വരുന്നൊരു ചോദ്യം, ഇവനാണോ വരുവാനിരിക്കുന്ന മെശിഹ? കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം ദൈവപുത്രനാണ്, അവൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ലോകത്തിൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ലോകത്തിലേക്ക് വന്ന പ്രിയപുത്രനാകുന്ന കർത്താവായ യേശു ക്രിസ്തു കഷ്ടം സഹിക്കേണ്ടതിനും സ്തോത്രം മാനവരാശി വീണ്ടെടുക്കേണ്ടതിനും സ്തോത്രം ലോകത്തിൽ വരും. എന്നാൽ അവൻ ആരാണ്, അവനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് നോക്കിയപ്പോൾ അവന്റെ കയ്യാൽ പല അടയാളങ്ങൾ നടന്നു, പല അത്ഭുതങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യാൽ നടക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നു നിൽക്കുകയാണ്. തന്റെ കയ്യാൽ നടക്കുന്ന അത്ഭുതങ്ങളെ കണ്ടപ്പോൾ, ദൈവപ്രവൃത്തി കണ്ടപ്പോൾ യഹൂദന്മാർ അത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ വിഷയത്തിൽ ഒരു സ്വന്തം മറുപടി കൊടുക്കുന്ന രംഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മറുപടിയേക്കാൾ ഉപരി ദൈവരാജ്യത്തിന്റെ വിളംബരം, അല്ലെ ദൈവരാജ്യത്തിന്റെ ഒരു വലിയ പ്രഖ്യാപനം അവിടെ കാണുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പറയുന്ന വാക്യം, ആ ഭാഗം ഇതാണ്: ദൈവാത്മാവിനാൽ ഞാൻ
ഭൂതങ്ങളെ പുറത്താക്കുന്നു. ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ദൈവാത്മാവിന്റെ ശക്തി കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. ആമേൻ. കർത്താവ് നൽകിയിരിക്കുന്ന അധികാരം വലിയ അധികാരമാണ്. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരവും വലിയ അധികാരവുമാണ്. ആമേൻ. ഹല്ലേലൂയ. മനസ്സിലാക്കണം, നമ്മൾ മത്തായി 28:19 നമ്മൾ വായിക്കുമ്പോ, അത് വായിച്ചേ, മത്തായി 28:19 ഗ്രേറ്റ് കമ്മീഷൻ വായിച്ചേ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും ലോകാവസാനത്തോളം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞു ചെയ്യുന്നു. സഹോദരൻ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിച്ചേ. ലൂക്കോസ് 10:9. ആമേൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി 8 മുതൽ വായിക്കാം. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവൻ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിക്കുവിൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറയുവേൻ. ആമേൻ. സ്തോത്രം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കർത്താവ് ചെയ്തിരിക്കുന്ന പദ്ധതി. അതിന്റെ ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം വായിച്ചേ. 9-ാം അധ്യായം ലൂക്കോസ് സുവിശേഷം 9:1 വായിച്ചേ. അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു. ശ്രദ്ധിക്കണം, പന്തിരുവരെ അടുക്കൽ വിളിച്ചു. സകല ഭൂതങ്ങളുടെയും ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും ആർക്ക 12 വരെ. അപ്പൊ അതിൽ ആരുണ്ട്? എല്ലാവരും ഉണ്ട്. യൂദ ഉൾപ്പെടെയുള്ള 12 പേരും അവിടെയുണ്ട്. അവർക്ക് എന്തൊക്കെ കിട്ടിയതെന്ന് പറഞ്ഞ് അടുക്കൽ വിളിച്ചു. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും ശക്തിയും അധികാരവും കൊടുത്തു. അല്ലെ? അവിടെ പറയുന്ന അടുത്ത ദൈവരാജ്യം പ്രസംഗിക്കുവാനും ഓക്കെ. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ദൈവരാജ്യം പ്രസംഗിക്കുന്ന രോഗികൾക്ക് സൗഖ്യം വരുത്തണം. അല്ലെ? നമ്മൾ വായിച്ച മത്തായി 28:19 വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട 28:19 വായിച്ചേ. മത്തായി 28:19. മത്തായി 28:19. യേശു അടുത്ത് ചെന്ന്, ശ്രദ്ധിക്കണം, യേശു ക്രിസ്തു ഇതേ ശിഷ്യന്മാരുടെ അടുക്കലാണ് ചെന്നിരിക്കുന്നത്. അതിലൊരാൾ ഇപ്പോൾ ഇല്ല. മനസ്സിലാക്കണം, 11 പേരുടെ അടുക്കൽ ചെന്നിട്ട് അവരോട് പറയുന്ന എന്താണ്? വായിക്കേ. അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും, നമ്മൾ ലൂക്കോസ് 9 വായിച്ചപ്പോൾ അവിടെ വായിക്കുന്നു, 12 അടുക്കൽ വിളിച്ചു. സകല ഭൂതങ്ങളുടെ വ്യാധികളെ സൗഖ്യമാക്കാൻ അവർക്ക് ശക്തിയും അധികാരവും. പരിധിയുണ്ട്. ഭൂമിയിൽ ഹല്ലേലൂയ സാത്താന്യ ശക്തികളെ, ഭൂതങ്ങളെ പുറത്താക്കണം, രോഗം സൗഖ്യമാക്കണം, ദൈവരാജ്യം പ്രസംഗിക്കണം. ഇതാണ് ആർക്ക് ലഭിച്ച അധികാരം? ശിഷ്യന്മാർക്ക് ആദ്യം ലഭിച്ച അധികാരം ഇതായിരുന്നു.
എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ പറയുന്ന കൊടുക്കുന്ന അധികാരം എന്താണ്? ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന അധികാരം എന്താണ്? അവിടെ വായിക്കുന്ന എന്താണ്? യേശു അടുക്കൽ ചെന്നു. ആ, കണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിന് സകല അധികാരവും. മനസ്സിലാക്കണം, യേശു ക്രിസ്തു ഭൂമിയിൽ ഇരുന്നപ്പോൾ നേരിട്ട് ഭൂതങ്ങളെയും പുറത്താക്കുവാൻ, രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ, ദൈവരാജ്യം പ്രസംഗിക്കുവാൻ ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തവരെ പറഞ്ഞയച്ചു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവരെ മഹാനിയോഗത്തിനായിട്ട് അവരെ അയക്കുകയാണ്. അവരെ കമ്മീഷനിങ് നടത്തുകയാണ്. അവരോട് പറയുന്നതാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക്. കണ്ടോ? പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രനായ യേശു ക്രിസ്തുവിന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ചിരിക്കുകയാണ്. ആ സകലത്തിന്റെ ഉടയവനും അധികാരിയുമായിരിക്കുന്ന പുത്രനാകുന്ന യേശു ക്രിസ്തു പറയുന്നത് എന്താണ്? വായിച്ചേ. പുറപ്പെട്ട് പുത്രന്റെയും ശ്രദ്ധിക്കണേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആര് ശ്രദ്ധിച്ചോ? അവിടെ എന്തൊക്കെ ചെയ്യണം? പുറപ്പെട്ട് ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഭൂതത്തെ പുറത്താക്കുന്നതാണോ വലിയ പ്രശ്നം? അതാണോ ടെൻഷനുള്ള കാര്യം? അനേകരെ ശിഷ്യരാക്കുന്നതാണോ ടെൻഷനുള്ള കാര്യം? ഏതാണ്? അല്ല, ഭൂതത്തെ പുറത്താക്കുന്നല്ലേ പാഠമായ കാര്യം. ഇപ്പൊ ഭൂതമല്ലേ വെളിപ്പെടാതെ കിടക്കുന്നത്. ഇപ്പൊ സഭകളിലൊന്നും ഭൂതം വെളിപ്പെടുന്നില്ല അല്ലേ? പല സഭയ്ക്കകത്തും ഭൂതം വെളിപ്പെടില്ല. ഭൂതമാണ് സഭ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലേ വലിയ കാര്യം? അതാണോ വലിയ കാര്യം? ഞാൻ അങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ നിങ്ങൾ തിരിച്ചും മറിച്ചും ഉത്തരം പറയും. ഹല്ലേലൂയ. തിരിച്ചറിയണേ, ഈ ജനത്തിന്റെ ഇടയിൽ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന അപ്പോസ്തലന്മാരോട് ഇന്ന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഡ്യൂട്ടി എന്താണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത്, ആകുന്നതിന് പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അപ്പോൾ പ്രമാണിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് പ്രമാണിക്കണം. ജീവിതത്തിൽ വരുത്താത്ത കാര്യം പ്രസംഗിക്കാൻ പോകരുത്. പറ്റാത്ത കാര്യം വിട്ടേക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. വിശ്വാസ സംബന്ധമായ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ പറയുവാൻ നമ്മൾ താല്പര്യരാണെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ മുന്നേറണം. ഒന്ന്, ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയെ, ഒരു കുടുംബത്തെയോ ഒരു വ്യക്തിയെയോ അവന്റെ സന്മാർഗങ്ങൾ ഉപദേശിക്കണമെങ്കിൽ നീ ആദ്യം ചൊവ്വായിട്ട് നടക്കണം. നിന്റെ ജീവിതത്തെ നോക്കിയിട്ട് ഒന്നും കൊടുക്കാനും എടുക്കാനും മാതൃകയായിട്ട് ഒന്നും ചെയ്യാനും ഇല്ലാതെ നീ മറ്റൊരുത്തരെ ഉപദേശിക്കാൻ പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അകത്തെ കാര്യം ശ്രദ്ധിച്ചോ? ദൈവസഭയ്ക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് എന്താണ്? എന്തൊക്കെയാണ്? സ്നാനം കഴിപ്പിക്കണം. ഒന്ന്. രണ്ടാമത്, നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം. നിങ്ങൾ അവരെ പഠിപ്പിക്കണം, ടീച്ച് ചെയ്യണം. അല്ലേ? ആമേൻ. അപ്പോൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ടീച്ച് ചെയ്യുന്നതിന്റെ അകത്ത് കാണുമ്പോൾ വലിയ പ്രത്യേകത ഒന്നുമില്ല. അവിടെ ഭൂതം ഞാൻ ഇന്ന ഇടത്ത് ഇരുന്ന സാധനമാണ്, ഞാൻ ഇപ്പൊ വിട്ടുപോകുന്ന, കാറി കൂവി ബഹളം ഉണ്ടാക്കി പോകുന്ന ആ ഒരു എഫക്റ്റ് ഒന്നും പഠിപ്പിക്കുന്ന സമയത്ത് ഒരിടത്തും വെളിപ്പെടുന്നില്ല. അപ്പൊ പിന്നെ ഏതാ വലുത്? ഈ ചിന്താഗതി ഉള്ളവരിന്ന് സഭയ്ക്കകത്ത് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ബഹുഭൂരിപക്ഷം സഭയ്ക്കകത്തിരിക്കുന്നവര് പഠനത്തിനായിട്ട് തയ്യാറാകുന്നതിലുപരി പുറമേയുള്ള പ്രഹസനങ്ങളിലേക്ക് തിരിഞ്ഞ് അനേകരെ പലവിധമായ ചതിക്കുഴികളിലേക്ക് വീണോണ്ടിരിക്കുകയാണ്. ആരാണ്ട് അവരെ മനഃപൂർവ്വം ചതിച്ചതുപോലെ അവർ സംസാരിക്കുന്നതെങ്കിലും അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ആരാലുമല്ല, അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ അനേകർ വീണ് കിടക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആരുടെയോ കുറ്റം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നതെന്ന് അവരനെ കുറ്റം വിധിക്കുന്ന സ്വഭാവം ഉള്ളിലുണ്ടെങ്കിലും അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് വീണതെന്ന് അംഗീകരിക്കാൻ മനസ്സില്ല. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. നമ്മൾ വിചാരിക്കുന്ന നിലവാരത്തിലല്ല കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്.
ഈ വചനം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. കണ്ടോ? അപ്പോൾ അതാണ് കർത്താവിന് ലഭിച്ച അധികാരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഇന്ന് നമ്മെ ഓരോരുത്തരെയും കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ 11 പേരും അവിടെ കാത്തിരുന്നു, അല്ലെ? 11 പേര് അവിടെ കാത്തിരുന്നു. അവരോട് പറയുന്ന കാര്യമാണ് നമ്മൾ തുടർമാനമായിട്ട് പല സമയങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്തോത്രം 1-ന്റെ സ്തോത്രം അതിന്റെ 2 മുതൽ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 2 മുതൽ വായിച്ചേ. വേഗം വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അനേക ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് ഒരു കാര്യം ഞാൻ പറയാം, അടങ്ങിയിരുന്ന മുറിക്കകത്തേക്ക് പല ആവർത്തി കർത്താവ് പലയിടത്ത് ശിഷ്യന്മാർ കൂടിയിരുന്നപ്പോൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ മനസ്സിലായി കർത്താവ് ഇന്നും ജീവിക്കുന്നു. അപ്പോൾ രൂപാന്തര ശരീരത്തിന്റെ പ്രത്യേകത നോക്കുമ്പോൾ കർത്താവ് മരിച്ചു തന്നെ പോയിട്ട് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതാണോ, അത് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാകുന്ന കർത്താവിന്റെ അധികാരത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് അവൻ മരിച്ചവനല്ല, ഇന്നും ജീവിക്കുന്നവനാണ് എന്ന് ശിഷ്യന്മാർക്ക് ആദ്യം ബോധ്യം വരണം. അതുകൊണ്ട് 40 നാളോളം അവരോട് കൂടെ ഇരുന്ന് പല ദൃഷ്ടാന്തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു, അല്ലേ? അതിനുശേഷം എന്ത് സംഭവിച്ചു? വായിച്ചേ. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ. ശ്രദ്ധിക്കണേ, അവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതൊക്കെ കാണിച്ച് ഇവർക്ക് കൊടുത്തപ്പോഴും കർത്താവിന് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇവരിലേക്ക് വരേണ്ട വാഗ്ദത്തം ഇതുവരെ വന്നിട്ടില്ല. മനസ്സിലാവുന്നുണ്ട്? ഇവർക്ക് വരേണ്ട വാഗ്ദത്തം ഇതുവരെ വന്നിട്ട് ഇവർ ഈ വാഗ്ദത്തം കൂടാതെ വിശ്വസിക്കാനും ഇതൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വാഗ്ദത്തം വന്നാലാണ് സംഭവം മാറുള്ളൂ. വാഗ്ദത്തം വന്നാലാണ് രംഗത്തിന് വ്യത്യാസം വരത്തുള്ളൂ. ശ്രദ്ധിക്കണം, കർത്താവായ യേശു ക്രിസ്തു അവിടെ അടിവരയിട്ട് പറയുകയാണ്. അവിടെ പറയുന്നത് എന്താണ്? അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. ശ്രദ്ധിക്കണേ, എന്നോട് കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിച്ചപ്പോഴൊക്കെയും അവർക്ക് വാഗ്ദത്ത വിഷയമാകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പല തലങ്ങളിലും പല ഇടത്ത് വെച്ചും അവരോട് സംസാരിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് സംഭവിക്കൂ, പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുമ്പോൾ നീ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കും, ദൈവാത്മാവ് വസിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള കാര്യങ്ങളൊക്കെയും അവർക്ക് പല വിധത്തിലും കർത്താവായ യേശു ക്രിസ്തു ബോധ്യപ്പെടുത്തുമ്പോഴൊക്കെയും അവർക്ക് ഈ വാഗ്ദത്തം അവരുടെ ജീവിതത്തിൽ വന്നിരുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം അവരിൽ വെളിപ്പെടുവാൻ കാത്തിരിക്കുവാൻ പറയുന്ന കർത്താവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ശിഷ്യന്മാരോട് പറയുകയാണ് പരിശുദ്ധാത്മാവ്. ആ വാക്യം വായിച്ചേ. അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ നിങ്ങൾ സ്വത്രം ഈ നിൽക്കുന്ന യെരൂശലേം വിട്ട് ഒരിടത്തും പോകരുത്. അതായത് കർത്താവിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ആത്മനിറവോടുകൂടി യെരൂശലേമിൽ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്ന അപ്പോസ്തലന്മാരും അവരുടെ ശിഷ്യന്മാരും ലോകത്തിലേക്ക് പല ഇടങ്ങളിലേക്കും പല ജാതികളിലേക്കും ചെന്ന് ക്രിസ്തുയേശുവിലെ സത്യവചനങ്ങളെ വെളിപ്പെടുത്തുവാൻ അനേകരെ ശിഷ്യരാക്കാൻ പോകുന്നതിന് മുമ്പ് അവരിലേക്ക് ഉയരത്തിലെ ശക്തി വരേണ്ടതുണ്ടായിരുന്നു.
ഉയരത്തിലെ ശക്തിയാണ് നിർണയിക്കേണ്ടത് നീ എവിടെ പോകണം എന്നുള്ളതാ. ഉയരത്തിലെ ശക്തിയാണ് തീരുമാനിക്കേണ്ടത് നീ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നുള്ളതാ. ഉയരത്തിലെ ശക്തി നിന്നിൽ വരുമ്പോൾ 5 വിധ ശുശ്രൂഷയിൽ നിന്റെ മേലുള്ള വിളിയേതെന്ന് ദൈവത്തിന്റെ ആത്മാവാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഉയരത്തിലെ ശക്തി വെളിപ്പെടുവാനായിട്ട് അതിൽ ഏൽപ്പിച്ചു കൊടുത്ത് കാത്തിരിക്കണം. ഇന്ന് പല നേരം മനസ്സിലാക്കണം, സഭകൾ മുരടിക്കുന്നതിന് കാരണം ഉയരത്തിലെ ശക്തി ഇടപെടാത്തത് കൊണ്ടാണ്. പലരും തളർന്നിരിക്കുന്നതിന് കാരണം ഉയരത്തിലെ ശക്തി ഇടപെടാത്തത് കൊണ്ടാണ്. അനേകരുടെ ജീവിതത്തിൽ വിട്ടുമാറാത്ത ദുഃഖത്തിന് കാരണം ഉയരത്തിലെ ശക്തി ഇടപെടാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ തുടർന്ന് വായിച്ചെടുത്തൊരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്, എന്നിട്ട് മടങ്ങി വരണം. പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കണം. ആമേൻ. അവർ ആത്മാവിന്റെ നിറവിലേക്ക് വരണം, ആത്മനദിയിലേക്ക് വരണം. അപ്പോൾ മനസ്സിലാക്കണം, യോഹന്നാൻ യോർദാനിൽ സ്നാനം കഴിപ്പിച്ചപ്പോൾ യോഹന്നാൻ സ്നാപകൻ നിൽക്കുന്ന യോർദാൻ ഹല്ലേലൂയ സ്തോത്രം ഒഴുകി വരുന്ന യോർദാനെ നോക്കുമ്പോൾ ഹല്ലേലൂയ ഒഴുക്കിന്റെ ശക്തി അറിയുന്ന ഇസ്രായേലിലെ ജനത്തെ സംബന്ധിച്ച് യോർദാനിന്റെ അനുഭവം എന്ന് പറയുന്നത് അവരെ എടുത്തുകൊണ്ടുപോകുന്ന അനുഭവമാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം യോർദാനിൽ വെള്ളം കൊണ്ട് സ്നാനപ്പെട്ടപ്പോൾ നിന്റെ കാൽപാദങ്ങൾ നിന്ന ഇടത്ത് നിന്ന് അവിടെ നിന്റെ പറിച്ചു കൊണ്ടുപോകുന്ന യോർദാനെ അകത്തേക്ക് കൊടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഉയരത്തിലെ ശക്തി, ഉയരത്തിലെ യോർദാൻ നിന്നിലേക്ക് ഒഴുകി ഇറങ്ങുമ്പോൾ, ഉയരത്തിലെ യോർദാൻ നിന്നിലേക്ക് ഒഴുകി ഇറങ്ങുമ്പോൾ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. യോർദാൻ തീരുമാനിക്കും ദിശ, യോർദാൻ തീരുമാനിക്കും ദൈവപ്രവൃത്തി. മനസ്സിലാകുന്നുണ്ടോ? ഉയരത്തിലെ യോർദാൻ, ഉയരത്തിലെ യോർദാൻ പുറപ്പെടണം. ആമേൻ. ഉയരത്തിലെ യോർദാൻ പുറപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ശിഷ്യന്മാർ ഇത് കേട്ടപ്പോൾ ഇന്ന് മനസ്സിലാക്കണം, അനേകര് ഈ ഉയരത്തിലെ ശക്തിയില്ലാതെ എല്ലാ പ്രസംഗങ്ങളും ബുദ്ധി കൊണ്ട് കേട്ട് ബുദ്ധി കൊണ്ട് ആശ്വസിച്ചു പോകുന്ന ആ ശൈലി വിട്ട് ആത്മാവ് നിന്നെ എടുക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇന്ന് തയ്യാറാണെങ്കിൽ ആത്മാവ് നിന്നെ കൊണ്ടുപോകും, അഭിഷേകം നിന്നെ കൊണ്ടുപോകും ദൈവ പദ്ധതിക്കായിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഉയരത്തിലെ ശക്തിക്കായിട്ട് കാത്തിരിക്കണം. ഹല്ലേലൂയ. ഉയരത്തിലെ ശക്തി, ഉയരത്തിലെ ശക്തി. ഹല്ലേലൂയ. സ്തോത്രം. യെരൂശലേമേ, നിങ്ങൾ യെരൂശലേമിൽ ഭയപ്പെട്ട് 4 ചുവരിന്റെ ഉള്ളില് ഒതുങ്ങി ഇരിക്കുകയാണ്. ഒരു വിധത്തിലും പുറത്തു വരാൻ കഴിയത്തില്ല. കാരണം എന്താ? യഹൂദന്മാരെ ചൊല്ലിയുള്ള പേടി നിമിത്തം ഒരു ചുവട് നിന്നെ കൊണ്ട് വെക്കാനുള്ള മാനസിക ശക്തി ഇല്ലാതാക്കി. അല്ലേ? ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വരുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് വരുമ്പോ സന്തോഷം ഉണ്ടെങ്കിൽ കർത്താവ് പോയി കഴിയുമ്പോ പേടിയാണ്. കർത്താവ് ഇരിക്കുമ്പോ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ പറയാം, സ്തോത്രമൊക്കെ പറയുന്നുണ്ട്, 2 പാട്ടൊക്കെ പാടി ആരാധിക്കാൻ നേരത്ത് ശക്തമായിട്ട് പറ്റും. പക്ഷെ ഈ കർത്താവിന്റെ സാന്നിധ്യം പോയി കഴിയുമ്പോൾ, പ്രത്യക്ഷമായ ക്രിസ്തുവിന്റെ സാന്നിധ്യം പോയി കഴിയുമ്പോൾ അവർക്ക് ഭയമാണ്, അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അവരെ പല വചനങ്ങളാലും പറഞ്ഞ് കർത്താവ് ഇന്ന് ജീവിക്കുന്നു എന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴും അവരുടെ ഉള്ളിൽ കിടക്കുന്ന യഹൂദന്മാരെ കുറിച്ചുള്ള ഭയം പോകുന്നില്ല. അത് കർത്താവ് കണ്ടിട്ടാണ് കർത്താവ് അവരോട് ഇത് സംസാരിക്കാനിടയായി തീരുന്നത്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഈ ഭാഗം ഒന്ന് വായിച്ച് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. വായിച്ചേ, അത് തുറന്ന് വായിച്ചേ. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ അങ്ങനെയാണെങ്കിൽ ഈ ശിഷ്യന്മാരോട് പോകരുത്, നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയോ പരിശുദ്ധാത്മാവിന്റെ കാര്യപദ്ധതി അറിയാത്ത ശിഷ്യഗണങ്ങള് അവരുടെ മനസ്സിലേക്ക് കർത്താവ് യജമാനം കൊടുത്ത ഒരേ ഒരു ആശയമേ ഉള്ളൂ. സ്നാപക യോഹന്നാന്റെ കൈക്ക് സ്നാനമേൽക്കുവാൻ യോർദാനിൽ ചെല്ലുമ്പോൾ യോർദാൻ കലങ്ങി മറങ്ങി ഒഴുകുന്ന രംഗമെല്ലാം അവരുടെ മനസ്സിലുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്നാനത്തെ കുറിച്ച് അത്രമാത്രമുള്ള ഒരു അറിവ് കിടന്ന ശിഷ്യഗണങ്ങൾ ഭയം നിമിത്തം ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് ഇറങ്ങി വന്ന ഒരു യോർദാനുണ്ട്. ആ യോർദാൻ അവരെ നിറയ്ക്കുവാനിടയായി തീർന്നു. മനസ്സിലാക്കണം, കർത്താവിന്റെ ആത്മാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കുന്നവർ മാത്രമാണ് അത് നിറയുവാൻ ഇടയായി തീരുവുള്ളൂ. ആരാണ് അഭിഷേകത്താൽ നിറയപ്പെടുന്നത്? കാത്തിരിക്കണം.
കാത്തിരിക്കണം. ഇന്ന് ആരും കാത്തിരിക്കുന്നൊന്നുമില്ല. അല്ല, ഞങ്ങൾ ചെല്ലണം, കൈവീശണം, അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയണം, വീട്ടിൽ പോരണം. അങ്ങനെയാണ് ഇന്ന് പല ഇൻസ്റ്റന്റ് ആത്മാവിനെ ലഭിക്കാനാ പോയിരിക്കുന്നത്. അതൊക്കെ ഞാൻ വിടുക, അതൊന്നും പറയുന്നതൊക്കെ അഴുക്ക് കാര്യങ്ങൾ, അതൊക്കെ വിട്ടേക്കാം. ആമേൻ, സ്തോത്രം. അതെന്താണോ അതിന്റെ ഉത്ഭവം എന്നാന്നും കാര്യങ്ങൾ അന്വേഷിച്ചു പോയാൽ അത് വേറെ വഴി കൂടെ പോയി. അതൊന്നും ഇനി അന്വേഷിക്കാനും അതിന്റെ പുറകെ ചെകയാനൊന്നും സമയമില്ല. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്, മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവിന്റെ വരവുകൾ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരുങ്ങിയിരിക്കണം. ആത്മാവിനെ കാത്തിരുന്ന ശിഷ്യഗണങ്ങള് അവരെ അഭിഷേകം പ്രാപിക്കുന്നത് വരെയോ അവരവിടെ കാത്തിരുന്നത് പോലെ ഈ നാടുകളിൽ കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരികയാണ്. കർത്താവിനായിട്ട് കാത്തിരിക്കണം. അഭിഷേകം പ്രാപിക്കാനാണെങ്കിലും കാത്തിരിക്കണം. യേശു ക്രിസ്തുവിനെ മടങ്ങി വരാനായിട്ട് കാത്തിരിക്കണം. അല്ലേ? എന്നെ വളരെ ഇത് പറയുമ്പോൾ വചനങ്ങൾ ഇങ്ങനെ വരികയാണ്. ആമേൻ, സ്തോത്രം. നമുക്ക് നോക്കുമ്പോൾ ഇതേ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അല്ലെ? നമുക്ക് ഈ ഭാഗത്ത് അപ്പോസ്തല പ്രവൃത്തി നമുക്കൊന്ന് മടങ്ങി വരണം. ഈ കാത്തിരിക്കണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് അത്ര ഈസിയായ കാര്യമല്ല. ആമേൻ, സ്തോത്രം. കഴിഞ്ഞ ദിവസം സ്തോത്രം ചില വാക്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാനതൊക്കെ സ്തോത്രം ചിന്തിക്കാൻ ഇടയായി തീർന്നപ്പോൾ സ്തോത്രം നമ്മൾ അതിന്റെ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം, ആമേൻ, അതിന്റെ 28, 2:28 വായിച്ചേ. 28 മുതൽ. അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുത്തുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമാണ്. നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ശ്രദ്ധിക്കണേ, അവിടെ കർത്താവായ യേശു ദൈവപുത്രൻ ജഡത്തിൽ വരുന്നത് നീ കാണുമെന്ന ദൈവാത്മാവിന്റെ ആലോചന ലഭിച്ചിരുന്ന ശിമയോനെ നമ്മൾ കാണുന്നത്. അല്ലേ? അവിടെ എന്തായിരുന്നു സ്തോത്രം? അവിടെ സ്തോത്രം അതിന്റെ 26-ാം വാക്യം വായിച്ചേ, അല്ലെങ്കിൽ 25 മുതൽ വായിക്കുക. നമുക്കൊരു ക്ലാരിറ്റി വേണം. ശിമയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനുമായി കാത്തിരുന്നവരും. നമ്മൾ എന്തിനാ കാത്തിരിക്കുന്ന ഈ ആയുസില്? നമ്മൾ ഈ ആയുസിൽ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? പറഞ്ഞേ, എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? പറഞ്ഞേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ അളലിയ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടേ പറയും, എന്റെ മക്കളുടെ നന്മ കണ്ടിട്ട് മതിയെന്ന്. അളലിയ ദൈവശബ്ദം കേൾക്കാതെ കാതടഞ്ഞു പോയവര് പറയും, എന്റെ മക്കളുടെ ഒരു സൽവർത്തമാനോ ഉയർച്ചയോ പ്രാപിച്ചിട്ട് ഇവിടെ ഇരിക്കണമെന്നുള്ള പറഞ്ഞു. അങ്ങനെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു യൗവനക്കാരൻ നിനക്ക് എന്താ ഈ കാഴ്ച നഷ്ടപ്പെട്ടും കേൾവി നഷ്ടപ്പെട്ടും ഇരിക്കുന്നെങ്കിൽ അവൻ പറയുന്നതെന്ന് അറിയോ, എന്തെങ്കിലും സമ്പാദിച്ചിട്ട് 2 കാശ് ഉണ്ടാക്കിയിട്ട് നല്ല അന്തസ്സായിട്ട് നിൽക്കണം. അപ്പോൾ കഴിഞ്ഞ കുറെ കാലങ്ങളിൽ അവനെ മുറിപ്പെടുത്തിയതോ അവനെ തളർത്തിയതോ തകർത്തതോ ആയ ചില വിഷയങ്ങളോ വ്യക്തികളുടെ മുമ്പിൽ അവന്റെ മാന്യത വെളിപ്പെടുത്തുവാൻ വേണ്ടി അവന്റെ യൗവന രക്തത്തിന്റെ തിളപ്പിന്റെ മറവിൽ ഇരുന്നു കൊണ്ട് പല തീരുമാനങ്ങളും എടുക്കും. പക്ഷെ അതൊന്നുമല്ല ഒരു ഭക്തന്റെ തീരുമാനം. അതൊന്നുമല്ല ഒരു ഭക്തന്റെ തീരുമാനം. അവനൊരു ഭക്തന്റെ തീരുമാനം അവനെ ഭക്തിയിൽ ഇരുത്തുന്ന, അവനിൽ വ്യാപരിക്കുന്ന അഭിഷേകമാണ് ഭക്തന്റെ തീരുമാനം. അഭിഷേകം എന്ത് പറയുന്നു? അതാണ് ഭക്തന്റെ തീരുമാനം. അല്ലേ? എന്താണ് അഭിഷേകം പറഞ്ഞത്? വായിച്ചേ, ആ ഭാഗം വായിച്ചേ. ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായിരുന്നു. അടുത്തത് അപ്പോ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേലുണ്ടെങ്കിൽ മാത്രമാണ് അവനെ സ്ഥിരതയോടെ ആ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിർത്തത്തുള്ളൂ.
യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് ഇന്ന് ഹല്ലേലൂയ നമ്മുടെ മുമ്പിൽ ഒരു വിഷയമായിട്ടിരുന്ന് അതിനു വേണ്ടി ലക്ഷ്യം വെച്ച് നമ്മൾ ആത്മീകമായി ഒരുങ്ങി ക്രമീകരിച്ച സ്വഭാവത്തെയും ചിന്തകളെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഹല്ലേലൂയ പരിശോധിച്ച് നടക്കുവാൻ മനസ്സുള്ളത് യഥാർത്ഥ അഭിഷേകത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ്. അല്ലാത്തവർക്കും മറ്റു പല ലക്ഷ്യങ്ങളിലേക്ക് തിരിയുന്നുണ്ട്. യഥാർത്ഥ അഭിഷേകമാണോ മറ്റൊരാത്മാവാണോ എന്നുള്ള ഇതിനാൽ തിരിച്ചറിയാം. എന്നാൽ ശിമയോനെ നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണാം പരിശുദ്ധാത്മ അവന്റെ മേൽ ഉണ്ടായിരുന്നു. ആ അഭിഷേകം അവനെ ഇരുത്തിയതിനാണ് ഇസ്രായേലിന്റെ സമാധാനത്തിനും. ആ പദം എന്താ വായിക്കുന്നത്? സ്വതന്ത്രം ഇസ്രായേലിന്റെ ആശ്വാസത്തിനും. കണ്ടോ? അപ്പൊ അവനിൽ ഇരിക്കുന്ന അഭിഷേകം, അവനിൽ വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അവനെ ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അവനെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളിൽ ഇരിക്കുന്ന കൃപ നമ്മെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആലോചനയിലേക്ക് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശിമയോൻ കാത്തിരുന്നു. വയസ്സ് എത്രയായി? വായിച്ചേ. ശ്രദ്ധിക്കണം, അവിടെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് കർത്താവിന്റെ പിതാവിന്റെ ക്രിസ്തുവിനെ, പ്രിയപുത്രനെ കാണും മുമ്പേ ശ്രദ്ധിക്കണേ, ആയുസിന്റെ കാര്യത്തിൽ തീരുമാനം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. മനസ്സിലായോ? നീ അങ്ങനെ വരണം ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞാലൊന്നും കാര്യം നടക്കില്ല. നിന്റെ മേലൊരു വാഗ്ദത്തം വന്നാൽ നിന്റെ ആയുസിനെ ദീർഘമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിലെ പരിശുദ്ധാത്മാവ് ശിമയോനിൽ ഇരുന്നു കൊണ്ട് അവന്റെ വാഗ്ദത്തം വെളിപ്പെടുന്നത് വരെയും അവന്റെ ആയുസിനെ നിർണയിക്കുന്ന ഒരു ദൈവം. അപ്പൊ വാഗ്ദത്തത്തിന്റെ പദ്ധതി ശ്രദ്ധിക്കണം. വാഗ്ദത്തം നമ്മളിൽ വെളിപ്പെടുന്നത് വരെയും പരിശുദ്ധാത്മാവ് നമ്മളെ സൂക്ഷിക്കുകയാണ്. ഓരോ മരണത്തിന്റെ ശക്തികളും തുറത്തില്ല. ഒരു പോരിന്റെ ശക്തികളും നമ്മുടെ പ്രാണനെ നേരെ വെല്ലുവിളിക്കത്തില്ല. വാഗ്ദത്തം എന്ത് പറയുന്നു? ദൈവത്തിന്റെ കർത്താവിന്റെ ക്രിസ്തുവിനെ നിന്റെ കരത്തിൽ നിന്റെ കരത്തിൽ നീ എടുക്കുന്നത് വരെ, നീ കാണുന്നത് വരെയും. അപ്പോ കാണാൻ നിന്റെ കണ്ണുകൾക്ക് പ്രാപ്തി വേണം, എടുക്കുവാൻ നിന്റെ കരങ്ങൾക്ക് പ്രാപ്തി വേണം. ഈ ശിശു വരുന്നിടത്ത് നടന്നു ചെല്ലണമെന്നുണ്ടെങ്കിൽ, നിന്റെ ശരീരം സജ്ജമാകണമെന്നുണ്ടെങ്കിൽ വാഗ്ദത്തത്തോടുകൂടി പരിശുദ്ധാത്മാവ് നിന്റെ മർത്യ ശരീരത്തെ ബലപ്പെടുത്തും. വായിച്ചേ. മരണം കാണുകയില്ലെന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മളെ സജ്ജമാക്കേണ്ടതിന് നമ്മുടെ ഹൃദയങ്ങളിൽ തരുന്ന ആശ്വാസ വചനങ്ങൾ ഓരോന്നും ദൈവത്തിന്റെ കാര്യപദ്ധതിയോട് ബന്ധപ്പെടുത്തിയായിരിക്കും. ഒരുപക്ഷെ ശിമയോന്റെ കൂടത്തിലുള്ള, ശിമയോന്റെ പേരിരിക്കുന്ന റേഷൻ കാർഡിലുള്ളവന്റെ എല്ലാം പേര് വെട്ടിയാലും അവൻ അവിടെ കാണൂന്ന്. മനസ്സിലായോ പറഞ്ഞെന്നാന്ന്? നിങ്ങളുടെ മേലുള്ള ദൈവിക പദ്ധതി എന്താണോ അത് നിവർത്തിക്കപ്പെടുന്നത് വരെയും ഒരു നൂറ്റാന്റെ പദ്ധതി നടക്കത്തില്ല. കാര്യം അഭിഷേകം, ദൈവാത്മാവ് നിനക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി നിന്റെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ ഇന്ന് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. വായിച്ചാട്ടെ. ആത്മനിയോഗത്താൽ ശ്രദ്ധിക്കണേ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഓരോ അഭിഷേകം പ്രാപിച്ച് നിയോഗം പ്രാപിച്ച് വാഗ്ദത്തം ഉള്ളവന്റെ ജീവിതത്തിൽ നടക്കുന്നെല്ലാം നിയോഗങ്ങളായിരിക്കും. ശ്രദ്ധിച്ചോ? വാഗ്ദത്തമുള്ളവന്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം നിയോഗങ്ങളായിരിക്കും. ചുമ്മാ വലിച്ചു കയറി ഒന്നും വരില്ലെന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ അവൻ തീരുമാനിച്ചാലും ഇവൻ തീരുമാനിച്ചാലും അവൻ അങ്ങനെ പറഞ്ഞു ഇവൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവിടെ ഇവിടെ ഒന്നും ഇട്ട് വലിച്ചാലൊന്നും മകനെ നിന്നെ അവിടെ ഇവിടെ ഒന്നും വലിക്കാൻ ദൈവം വിടത്തില്ല. മനസ്സിലാകണം. വാഗ്ദത്തത്തിന്റെ പദ്ധതി അതാണ്. അപ്പോൾ മനസ്സിലാകണം. വാക്യം എന്താ വായിച്ചേ? ഇപ്പൊ വായിച്ച വാക്യം കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായി. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുചെന്നപ്പോൾ
അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ശ്രദ്ധിക്കണം. അപ്പോ കർത്താവിന്റെ പദ്ധതി വെളിപ്പെടുന്നത് വരെയും ശിമയോൻ ദൈവകരത്തിൽ സൂക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ വാഗ്ദത്തമുള്ളവന്റെ മുമ്പിൽ ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ട്. കാര്യം ഒരു മാസ്റ്റർ പ്ലാൻ വരുന്നുണ്ട്, ഒരു മാസ്റ്റർ മിഷൻ വരുന്നുണ്ട്. ആ പ്രോഗ്രാമിന് വേണ്ടി ദൈവം അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ വലിയ പ്രോഗ്രാമിന് വേണ്ടി ഇവന്റെ ഓരോ ദിവസങ്ങളെ പരിശുദ്ധാത്മാവ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില പ്രത്യേക അവസരങ്ങളും ദിവസങ്ങളും സാഹചര്യങ്ങളും വരുമ്പോൾ പെട്ടെന്ന് ടേൺ ചെയ്തു പോകുന്ന ചില അനുഭവങ്ങൾ, ചില പ്രത്യേക ഉദ്ദേശങ്ങളിലേക്ക് ജീവിതം തിരിയുന്ന ഡൈവേർട്ട് ചെയ്യുന്ന അനുഭവങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കിക്കോളോ, ഇത് സംഭവിക്കുന്നതിന്റെ പിന്നിൽ നിന്റെ പേരുടെ വാഗ്ദത്ത നിവർത്തിയാണ്. വാഗ്ദത്തം നിസാര കാര്യമല്ല കേട്ടോ, വാഗ്ദത്തം നിസാര കാര്യമല്ല. വായിച്ചേ. അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവും ഈ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പോൾ മനസ്സിലാക്കേണ്ട, നിന്റെ രക്ഷ, വരുവാനുള്ള രക്ഷ ശിമയോനെ നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്നുള്ള വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. സഹോദരം, പരിശുദ്ധാത്മാവ് പറഞ്ഞ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. വാഗ്ദത്തം മുറുകെ പിടിച്ചിരിക്കുന്നവർക്ക് ദൈവമഹത്വം കാണാൻ പറ്റത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. വാഗ്ദത്തം മുറുകെ പിടിക്കണം, വാഗ്ദത്തം മുറുകെ പിടിക്കണം. എന്റെ ആയുസ്സിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ടാൽ അവന്റെ വരവിക്കൽ ഞാൻ എടുക്കപ്പെടണം. കാത്തിരിക്കണം. ആ കാത്തിരിപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവസ്ഥലത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുവാനുള്ള കാര്യങ്ങളെ കർത്താവ് ആ നിലവാരത്തിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കർത്താവിന്റെ വരവിക്കൽ നീ എടുക്കപ്പെടണം. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നിനക്ക് അഭിഷേകം ഉണ്ടോ? ഹല്ലേലൂയ. ഭയങ്കര വിശ്വാസം, അഭിഷേകമില്ല, ഭയങ്കര വിശ്വാസമാണ്. തലച്ചോറുകളെ പുഴുങ്ങുന്ന പോലെ ആയിപ്പോ. നീ ദൈവകൃപയിൽ ഇരുന്നാൽ, ദൈവകൃപ എന്ന് പറഞ്ഞാൽ ദൈവശക്തിയിൽ ഇരുന്നാൽ, മനസ്സിലാകുന്നുണ്ടോ? അഭിഷേകത്തിൽ ഇരുന്നാൽ എന്നാണ് ഈ ദൈവകൃപ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവാത്മാവ് നിന്നെ നടത്തുകയും ദൈവാത്മാവ് നിന്നെ ഉപദേശിക്കുകയും ചെയ്യുന്നതിന് പുറത്ത് പൊതുവെ പറയുന്ന പദമാണ് എന്താ? കൃപയിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ എന്റെ ഇഷ്ടമുള്ള കാര്യമെല്ലാം ചെയ്തിട്ട് ഞാൻ കൃപയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കേൾക്കാൻ രസമുണ്ട്, എന്നാ എഴുതിയിരിക്കുന്ന അതിലും നിന്റെ ജീവിതമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ക്രമീകരിച്ചേ പറ്റത്തുള്ളൂ. വായിച്ചേ. തുടർന്ന് വായിച്ചേ. 2-3 വിഷയം കൂടെ പറയണം. അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി ഇപ്പോൾ ദൈവജനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി ഈ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. ശ്രദ്ധിക്കണം, കയ്യിലിരിക്കുന്ന കുഞ്ഞാരാണെന്നോ എന്താണെന്നോ എന്താകുമെന്നോ ഉള്ളതിനെ കുറിച്ച് സ്വന്തം മാതാവും പിതാവും ആയിരുന്ന യോസേഫിനും മറിയയ്ക്കും ഗ്രഹിക്കാതിരിക്കുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ആരാണെന്ന് ആത്മാവ് ശിമയോന് വെളിപ്പെടുത്തി കൊടുത്തു. ശിമയോൻ കാത്തിരുന്നതും ദൈവമഹത്വം കാണേണ്ടതിന് സ്വന്തം പ്രവചനാത്മാവിൽ സൂക്ഷിക്കപ്പെട്ട ശിമയോൻ ഹല്ലേലൂയ കർത്താവിന്റെ കരത്തിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കുഞ്ഞാരുടെ കയ്യിലിരുന്നാലും കുഞ്ഞാരാണെന്ന് വെളിപ്പെടുവാൻ കൃപ ലഭിച്ചവരെ ദൈവസന്നിധി സന്തോഷിക്കത്തുള്ളൂ. നമ്മുടെ കയ്യിൽ പലതും ഇരിപ്പുണ്ട്, പല സാഹചര്യങ്ങളും ഇരിപ്പുണ്ടെങ്കിലോ ഇത് ദൈവാത്മാവിലാണെന്ന് ബോധ്യം വന്നവർക്ക് മാത്രമാ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അല്ലാത്തവർക്ക് പ്രശ്നങ്ങളും കണ്ണുനീരും പ്രയാസമായിട്ട് നിൽക്കുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? ഈ വെളിപ്പാടില്ല. ആമേൻ. ഈ കുഞ്ഞിനെ കുറിച്ചുള്ള വെളിപ്പാടില്ല. കുഞ്ഞിനെ വളർത്തുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നടത്തുന്നുണ്ട്, കളിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്റെ ഒരു വാക്യം പറയാം, ഈ കുഞ്ഞാരാണെന്ന് അറിയാനുള്ള ഭാഗ്യമില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് മനസ്സിലാക്കിക്കോ. ക്രിസ്ത്യ ജീവിതത്തിൽ വന്നു, വിശ്വസിച്ചു, സ്നാനപ്പെട്ടു, അല്ല അഭിഷേകവും പ്രാപിച്ച് ഇങ്ങനെ നിൽക്കുക. പക്ഷെ അഭിഷേകം ഉള്ളവർക്കാണ് സുബോധമുണ്ട്.
അഭിഷേകമില്ലാതെ, ഇതുവരെ അഭിഷേകം പ്രാപിക്കാതെ എന്താണ് ഈ മാർഗം എന്ന് പോലും അറിയാതെ അങ്ങോട്ട് ഇവിടെ അല്ലലും വേദനയും കുറെ പ്രാർത്ഥനാ വിഷയമായിട്ട് നടന്നാൽ, മകനെ നീ എന്താ ഇതേത് മാർഗമാണെന്ന് വെളിപ്പെട്ട് കിട്ടിയവർക്ക് മാത്രമേ ആ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. ശിമയോൻ അനുഭവിക്കുന്ന ആത്മസന്തോഷം, തൃപ്തി, ദൈവത്തിന്റെ സാന്നിധ്യം, ഇതൊന്നും മറിയയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഇതൊന്നും യോസേഫിന് പറഞ്ഞാലും മനസ്സിലാകില്ല. തിരിച്ചറിയണം, മനസ്സിലാക്കണം. അത് ദൈവാത്മാവ് വെളിപ്പെടുത്തി തരാതെ ഒരിക്കലും, പരിശുദ്ധാത്മാവ് സഹായിക്കാതെ ഒരിക്കലും ആത്മീക കാര്യങ്ങളിലുള്ള സന്തോഷം ഉണ്ടാകത്തില്ല. ചിലരോട് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഇതൊന്ന് ഉറങ്ങുന്നതിന് കാരണം എന്നാ പറയുമ്പോ എന്റെ മുഖം വാടുന്ന ദേഷ്യം വലിച്ചേറിന് കാരണം എന്നാന്നറിയാവോ? ഇത് ആത്മാവിനാൽ പ്രാപിച്ചവർക്കേ ഈ മാർഗത്തിന്റെ മഹത്വവും മാധുര്യം അറിയത്തുള്ളൂ. മറ്റുള്ളവർ മറിയ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പോലെ ഇങ്ങനെ നടക്കുകയുള്ളൂ, ഒന്നും മനസ്സിലാകത്തില്ല. അങ്ങനെ നീ ആകരുത് കേട്ടോ. നീ അത് രുചിക്കാതെ, കാര്യം ഗ്രഹിക്കാതെ ചുമന്നോണ്ട് ഇങ്ങനെ നടക്കണ അനുഭവമൊക്കെ ഒന്ന് വിട്ടിട്ട് യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ ഇന്നൊന്ന് മാനസാന്തരപ്പെടണം. നിന്റെ കണ്ണൊന്ന് തുറന്ന് നീ കാണേണ്ടത് കണ്ണ, കേൾക്കേണ്ടത് കേട്ടാൽ, അറിയേണ്ടത് അറിഞ്ഞാൽ നിന്റെ ജീവിതം വ്യത്യാസമാണ്. ഇപ്പോഴെന്നാന്നറിയാമോ? ഒരു ജീവിതത്തിൽ വ്യത്യാസമില്ല, നിന്റെ കണ്ണടങ്ങിയിരിക്കുക. ഇപ്പൊ ഇവിടെ എന്താ വായിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ യോസേഫും മറിയയ്ക്ക് എന്നാ സംഭവിച്ചു? വായിച്ച ഭാഗം ഒന്നുകൂടെ വായിച്ചേ. നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. അവന്റെ അപ്പനും അമ്മയും അയ്യോ, അവര് എല്ലാവരുടെയും കണ്ണിപ്പോ യോസേഫിന്റെ മറിയുടെ മുഖത്ത് എന്നാ കാര്യം അറിയോ? അയ്യോ, അവര് ആശ്ചര്യപ്പെട്ടു. പക്ഷേ ആരുടെങ്കിലും കണ്ണ് ശിമയോന്റെ മുഖത്ത് നോക്കിയോ? ആരെങ്കിലും ശിമയോന്റെ വാക്ക് കേട്ടോ? ഇല്ല. ശിമയോൻ എന്നാ പറയുന്നത് ശ്രദ്ധിച്ചോ? അത് ശ്രദ്ധിച്ചില്ല. എല്ലാവരും യോസേഫിന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. മനസ്സിലാക്കണം, ഈ വെളിപ്പാടില്ലാത്തവനെ കാണാൻ ലോകര് കാണും, വെളിപ്പാടുള്ളവനെ കാണാൻ ആരും കാണത്തില്ല. വെളിപ്പാടും ഇല്ല, ഒരുവിധ കൃപയില്ലാത്തവനെ നോക്കാൻ, അന്വേഷിക്കാൻ ലോകരുണ്ട്. മനസ്സിലാക്കണം, നീ അതുകൊണ്ട് ലോകത്തിന്റെ ആകർഷണത്തിൽ ചെല്ലാതെ ദൈവകൃപയുടെ ആകർഷണത്തിലേക്ക് വരണം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം വായിച്ചേ. പിന്നെ ശിമയോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടത്. ശ്രദ്ധിക്കണം, ഇത് വായിക്കുമ്പോഴേ നമ്മൾ 30-ാം വയസ്സിലായിരിക്കുന്ന കർത്താവിന്റെ ചരിത്രം വായിച്ച അവിടെ യോസേഫ് ജീവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നില്ല. ഈ അടുത്ത 30 വർഷത്തിനുള്ളിൽ യോസേഫ് തീരാൻ പോവാ. പക്ഷേ ആ ദൂതിനെ കുറിച്ചൊന്നും യോസേഫിന് അറിയത്തില്ലെങ്കിലും ഇവിടെ ശിമയോനിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് അവിടെ നിൽക്കുന്ന മറിയോട് ദൂത് പറയുക. പറഞ്ഞേ. അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് ഞാനൊരു കാര്യം പറയാം. ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ വായിച്ചേ. പിന്നെ ശിമയോൻ അവനെ അനുഗ്രഹിച്ച് അവനെയോ അവരെയോ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. അപ്പോ ശ്രദ്ധിക്കണം, ഇത് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ നടക്കേണ്ടതാണ് അല്ലേ? എന്റെ ഒരു ചോദ്യം, ഇത് ഈ പറയുന്ന ദൂത് ഇനി എത്ര വർഷം കഴിഞ്ഞാൽ നടക്കത്തുള്ളൂ? അല്ല, 30 വർഷം കഴിയുമ്പോൾ ആരംഭിക്കും അല്ലേ? അപ്പൊ അടുത്ത 30 വർഷം ഈ നിൽക്കുന്ന ഉൾപ്പെടെയുള്ള 30 വർഷം എന്ത് സംഭവിക്കില്ല? പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അടുത്ത് വായിച്ചേ. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? മറിയോട് പറയാ, മറിയേ, അടുത്ത 30 വർഷമേ ഈ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുന്നത് നീ ഭൂമി കാണും. മനസ്സിലായോ? ശ്രദ്ധിക്കണേ, ദൈവാത്മാവിന്റെ ആലോചന പറയുവാൻ പരിശുദ്ധാത്മാവ് ഇടപെട്. ദൈവാത്മാവിന്റെ ആലോചന വെളിപ്പെടുമ്പോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരോട് ചില വിഷയങ്ങൾ പറയുവാൻ ദൈവത്തിന്റെ ആത്മ ഇടപെടുമ്പോൾ ചിലരെ കുറിച്ച് ഒരു ദൂതുമില്ല. മനസ്സിലാവും. ഈ മറിയ കുഞ്ഞിനെ കൊണ്ട് നടന്ന പോലെ ചിലർ പ്രാർത്ഥനയ്ക്ക് സഞ്ചി നോക്കി നടക്കുന്നുണ്ട്. അവർക്ക് പ്രശ്നം എന്താ പറയാ? അവർ ചെന്ന് അവരോട് ഒരു ആലോചനയില്ല. എന്താ കാര്യം അറിയാവോ? അവിടെ കാലം തേക്കാതെ യോസേഫ് ഇരിപ്പുണ്ട്. വായിച്ചേ. കടക്കും എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഇവിടെ ശുശ്രൂഷകർ ഒരുമിക്കുക. കൈക്കുഞ്ഞായിരിക്കുന്ന
സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ കൈക്കുഞ്ഞായിരിക്കുന്ന ആ ശിശു അവിടെ ഇരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ നിയോഗം അവിടെ വെളിപ്പെടുകയാണ്, പരസ്യമായി വെളിപ്പെടുത്തുകയാണ്. ഈ കുഞ്ഞ് വരുമ്പോൾ കുഞ്ഞിനെ കാണേണ്ടതിന് ശിമയോനെ വെച്ചു. അപ്പോൾ തന്നെ അവിടെ ഒരു പ്രവാചക ദൈവം വെച്ചു. ഹല്ലേലൂയ. ആലോചന മറിയോട് പറയണം. യോസേഫിനോട് ഒരു ആലോചനയുടെ കൂട്ടുകായിട്ട് പറഞ്ഞില്ല, അവരെ അനുഗ്രഹിച്ചു വിട്ടു. അല്ലേ? ശ്രദ്ധിക്കണേ, നമ്മളെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കിട്ടി, ശ്രദ്ധിച്ചേ. ദൈവാത്മാവിന്റെ നിറവ് വരുമ്പോഴേ ശാപം മേടിച്ച് വെക്കരുത്, പൂർത്തീകരിക്കില്ല. മനസ്സിലായോ? ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോ അവിടെ ഇരുന്നോണ്ട് ചുമ്മാ അലക്ഷ്യമായിട്ടിരിക്കണം, സംഭവം പൂർത്തീകരിക്കില്ല. ഇത് വായിച്ചിട്ടാ ഞാൻ പറയുന്നത്, അല്ലെ ഞാൻ എന്റെ സ്വന്തമല്ല. ചിലർക്ക് ഇന്ന് കാര്യം പറഞ്ഞ എംഡിയും എല്ലാം ഉണ്ട്, പക്ഷെ കാര്യത്തിലെടുക്കുമ്പോ ഒരു പിണ്ണാക്കും ചക്കക്കുരു അറിയാൻ മേല. എന്നാ കാരണം എന്നറിയാം? അഭിഷേകമില്ല. ഹല്ലേലൂയ. അവിടെ യോസേഫ് മുമ്പുണ്ട്. യോസേഫിനോട് വല്ലതും പറഞ്ഞോ? ലൂക്കോസ് അത് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ലൂക്കോസ് പറഞ്ഞിട്ട് അവരെ അനുഗ്രഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അനുഗ്രഹം എന്താണ് പറഞ്ഞത്? ഈ അനുഗ്രഹിച്ച് അയച്ചു, പക്ഷേ ആലോചന നിവർത്തിക്കപ്പെടാൻ പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേക്കാന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം. ആത്മാവ് നിന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞത് നിവർത്തിക്കപ്പെടും. പരിശുദ്ധാത്മാവ് പറയുന്നത് നിവർത്തിക്കപ്പെടും. ഇത് പറയുമ്പോൾ കൈക്കുഞ്ഞായിരിക്കുന്ന കർത്താവ് അവിടെ കർത്താവ് അവരുടെ കയ്യിൽ ഇരിക്കുക. സ്വന്തം ആത്മാവിന്റെ നിറവോടുകൂടെ സ്വന്തം ആലോചന മറിയോട് അറിയിക്കുമ്പോൾ 30 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പനും ആശ്ചര്യപ്പെട്ടെങ്കിലും ഗുണമൊന്നും വന്നില്ല. എന്നാ കാരണം? ചരിത്രത്തിൽ നിന്നും കയറാനുള്ള ഭാഗ്യം. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളെ ഈ നാമം ധരിച്ചിങ്ങ് നടന്നാലും ചരിത്രത്തിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ ഈ പണി കൊണ്ട് ഒരു അർത്ഥവും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അവിടെ ഒരു അച്ചാരം ഉണ്ടായിരുന്നു, കുറെ നാൾ കഴിയുമ്പോ തീർന്നു പോയി. സ്തോത്രം. ആണോ? ചരിത്രത്തിൽ കയറണമെന്ന് പ്രവചന ശബ്ദം എന്ന് പറയുന്നത് ചരിത്രത്തിലേക്ക് നിന്നെ കയറ്റുന്ന, മനസ്സിലാവുന്നുണ്ടോ? ചരിത്രത്തിലേക്ക് നിന്നെ കൈ പിടിച്ച് കയറ്റാണ് ആ പ്രവചന ശബ്ദം വരുന്നേ. 30 വർഷം നടക്കാൻ പോകുന്ന 30 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ അത് മറിയോട് പറഞ്ഞു. നമ്മളെ വീട്ടിലേക്ക് ഈ ബഹളം ഉണ്ടാക്കുന്ന അമ്മാമ്മമാരാണ് ചോദിക്കുന്ന, അതെന്നാ വർത്താനവാ എന്റെ പൊന്നു വാസ്ത പറയുന്നത്? അച്ചായൻ ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ ഇരുമ്പ് പോലെ ഇരിക്കുന്നു കാണുമ്പോ എന്നോടാണോ ആലോചന? ആദ്യം അച്ചായനോട് പറ. അങ്ങനത്തെ ബോധക്കേടൊന്നും അറിയിക്കില്ലായിരുന്നു. ഇവിടത്തെ ഉള്ളവരാണ് അവിടെ കിടന്ന് കലഹവും ബഹളവും ഉണ്ടാക്കും. അവസാനം നീ അതിനു മുമ്പേ തീർന്നു പോകാനുള്ള ശാപവും മേടിച്ചു വെച്ചിട്ട് വീട്ടിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയാം, ദൈവാത്മാവ് ഇടപെടുമ്പോൾ പോകരുത്, വേണ്ടാത്ത പരിപാടിയൊന്നും കാണിക്കരുത്. ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് താണിരുന്നോണം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും അധികാരങ്ങളോ പദവിയൊക്കെ അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും വലിഞ്ഞ് ദൈവാത്മ സാന്നിധ്യത്തിന് മുമ്പിലേക്ക് കയറരുത്. നല്ല അടി മേടിച്ച് കിട്ടും. പിടികിട്ടിയ പറഞ്ഞെന്നാന്ന് വായിച്ചേ. ആശേർ ഗോത്രത്തിൽ പനുവേലിന്റെ മകളായ കന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തുനിന്നു. ശ്രദ്ധിക്കണം, ഇത് ഓരോരുത്തരുടെ നിയോഗം ശ്രദ്ധിച്ചോണം. മനസ്സിലാവുന്നുണ്ടോ? 84 വർഷം അല്ലേ വിധവയായിരുന്നു. അവരെവിടെയാ? ദൈവാലയത്തിൽ ദിനം പ്രതി വരികയും അവിടെ തന്നെ തന്റെ ആയുസ് കഴിച്ചു കൂട്ടുകയും ചെയ്യുന്നു. നമ്മളൊക്കെ ചിലത് നഷ്ടമാണെന്ന് വിചാരിച്ചോണ്ട് സ്വന്തം ആലോചനയോ ദൈവശബ്ദമോ ഇല്ലാതെ ചില ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു സാഹചര്യം ഒന്നും കാണാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഒന്നും കാണുന്നില്ല. പക്ഷേ ദൈവാത്മാവിന്റെ നിറവിൽ വരുമ്പോൾ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹന്നായാണ് നീയെങ്കിൽ ഒരു കാര്യം സത്യവാ, ദൈവ ശബ്ദം നിന്നിലേക്ക് വരുവാനിടയായി തീരും. ദൈവ മഹത്വത്തിനായിട്ട് നിന്നെ സൂക്ഷിച്ചോണ്ടിരിക്കുകയാണ് ദൈവം. വായിച്ചേ. വായിച്ച വാക്യം ഒന്നും കൂടെ വായിക്കുക. 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്ത
അടുത്തു നിന്നു ആ ദൈവത്തെ സ്തുതിച്ചു. അടുത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചു. ആ യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ ആ കാത്തിരുന്ന എല്ലാവരോടും ആ അവനെ കുറിച്ച് പ്രസ്താവിച്ചു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവിടെ ഹന്ന അവിടെ സ്തോത്രം ഇതൊക്കെ നടക്കുമ്പോൾ സ്തോത്രം ഈ ശിമയോൻ ഇതൊക്കെ പറയുമ്പോൾ ശിമയോൻ അത് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ശ്രദ്ധിക്കണേ, ഇവൻ ആരെ കാണുന്നുവോ, ഈ 84 വയസ്സിൽ ചെന്ന വിധവയായിരിക്കുന്ന പ്രവചിക്കുന്ന ഈ ഹന്ന ആലയം വിട്ടുപോകാതിരുന്നപ്പോൾ അവർ കേട്ടൊരു ആത്മീക ദൂതുണ്ട്. എന്താണ്? ഇവന്റെ കണ്ണുകൊണ്ട് വീണ്ടെടുപ്പുകാരനെ കാണും. അപ്പൊ അവൻ ആരെ നോക്കുന്നതെന്നും അവൻ ആരെ കയ്യിലെടുക്കുന്നതെന്നും നോക്കി നിൽക്കാനുള്ള കൃപ പ്രാപിച്ച വ്യക്തിയാണ് ഹന്ന. മനസ്സിലായോ? ഒരു ആത്മാവിന്റെ ദൂത് പറഞ്ഞാൽ ആ ദൂതിന്റെ നിവൃത്തിക്കായിട്ട് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ശിമയോനെ നോക്കുമ്പോൾ ഈ വ്യക്തിയിൽ ദൈവാത്മാവ് നിവർത്തിക്കുവാനിരിക്കുന്ന പ്രവചന നിവൃത്തിയാകുന്ന മശികയെ ഇവൻ കാണും, അവനെ കരങ്ങളിൽ എടുക്കും, പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ അത് എവിടെ വെച്ച് നടക്കാനാ സാധ്യത? അത് ദൈവാലയത്തിൽ വെച്ച് നടക്കാനാ സാധ്യത. അവിടെ തന്നെ വിധേയയായി 84 വർഷം ജീവിക്കുകയും ഒടുവിൽ താൻ എന്തിനായിട്ട് കാത്തിരുന്നോ അത് കാണുകയും അതിനുവേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനിടയായി തീർന്നു. അപ്പൊ നിയോഗങ്ങളിലേക്ക് ദൈവം എത്തിക്കുന്നത് ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെ മാത്രമേ ഉള്ളൂ. നിയോഗങ്ങളെ നിവർത്തിക്കുന്നത്, പ്രവചനം നിവർത്തിക്കുന്നത് അഭിഷേകത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത് എന്നാന്നറിയാം, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്, യെരൂശലേം വിട്ടു പോകരുത്, അല്ലെ? യെരൂശലേം വിട്ട് പോകരുതെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഇത് പറഞ്ഞിട്ട് അടുത്ത വാക്യം ഒന്ന് വായിച്ച അപ്പോസ്തല പ്രവൃത്തി 1 വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. 5-ാം വാക്യം അല്ലേ? 4 വായിച്ചു, 5 വായിക്ക. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ശ്രദ്ധിക്കണേ, ഇവർക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇവരുടെ ശ്രദ്ധ തിരിയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉയരത്തിലെ ശക്തി പ്രാപിക്കാനിരിക്കുന്ന ഇവര് ചോദിക്കുന്നത് ഈ കാലഘട്ടം അല്ലെ, ഈ കാലഘട്ടത്തിലാണോ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത്? ഒരു അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പുകാരൻ വന്നല്ലെങ്കിൽ ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തുന്നത് സ്വന്തം കർത്താവ് ഈ കാലഘട്ടത്തിലാണോ? ഈ ചോദ്യം തുടങ്ങി. ശ്രദ്ധിക്കണം കേട്ടോ, ഈ വേണ്ടാത്ത ചോദ്യം നിൽക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഉയരത്തിലെ ശക്തി വരണം. ഉയരത്തിലെ ശക്തി വന്നാൽ അതിന്റെ ചോദ്യങ്ങളെല്ലാം നിൽക്കത്തുള്ളൂ. കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം എന്നാ? കൂടിയപ്പോൾ അവനോട്, കർത്താവെ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്തേക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ പറഞ്ഞ മറുപടി? അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അടുത്ത വാക്യം അവിടെ ശ്രദ്ധിക്കണേ, എന്നാൽ 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 മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചോദ്യം, നിങ്ങള് കർത്താവിന്റെ ട്രാക്കിലാണോ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോ അത് ട്രാക്കിൽ നടക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ടേ അവരോട് കർത്താവിന് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശ്രദ്ധിക്കണേ, ശക്തി വേണം. ഇപ്പൊ യഹൂദന്മാരെ കണ്ട പേടിയാ, പുറത്തിറങ്ങാൻ ഇവർക്ക് പേടിയാ. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് എന്തിനാ ഇപ്പൊ ഈ കാലത്തിലാണോ ഇസ്രായേലിനെ യഥാസ്ഥാനത്താക്കി കൊടുക്കുന്ന ഇവർക്ക് അറിഞ്ഞിട്ട് എന്നായാനാ കാര്യം? പേടിയൊന്നും മാറൂല. ഇവര് പ്രതീക്ഷിക്കുന്ന പരിഹാരം എന്ന് പറയുന്നുണ്ടല്ലോ, ഇവരാരെ പേടിക്കുന്നോ അവരോടുകൂടി ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതൊന്നും അഭിഷേകമല്ല, വിശ്വാസമല്ല. ചിലരിങ്ങനെയാണ് ഏതൊക്കെ സാധിക്കുന്ന അതുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലും. മനസ്സിലാക്കണം, അഡ്ജസ്റ്റ്മെന്റിന് ദൈവത്തിന്റെ ആത്മാവ് ദാസ്യത്വത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെ സുബോധത്തിന്റെയും സ്തോത്രം ദൈവ സ്നേഹത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവിൽ നിന്ന് പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്രയും പ്രാപിച്ചത്.
അപ്പോൾ ഇവർക്ക് യഹൂദന്മാരുടെ വിഷയം കേട്ട് പേടിച്ചിട്ട് ഈ കാലത്ത് വല്ല ഇതിന് തീരുമാനം ഉണ്ടാകുന്നു. അപ്പൊ ഇവരൊരിക്കലും ഉയരത്തിലൊരു ശക്തിക്ക് വേണ്ടി ഒരിക്കലും ആഗ്രഹിച്ചിട്ടേയില്ല. കർത്താവ് തുടർമാനം പറയുന്നു ഉയരത്തിലെ ശക്തി വരണം, അത് നിങ്ങൾ വരണം പ്രാപിക്കണം എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തിന്റെ ഒരു ആവശ്യം എന്നാന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ കർത്താവിനെ അറിയും ഇവർക്ക് യഥാർത്ഥമായിട്ട് വേണ്ടത് ഉയരത്തിലെ ശക്തിയാണ്. അല്ലാതെ ഇവർ യഹൂദന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുക അല്ല വേണ്ടത്. ഇവർക്ക് വേണ്ടത് ദൈവശക്തിയാണ്. നമുക്ക് വേണ്ടത് എന്നാന്ന് നമ്മളോട് ചോദിച്ചാലുണ്ടല്ലോ, ഒരു വെള്ള പേപ്പറും പേനയും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ലീസ്റ്റ് 1, 2, 3 എന്നും പറഞ്ഞ് ലീസ്റ്റ് ഇട്ട് കാര്യം കർത്താവിനോട് പറയില്ലേ? എന്നാൽ യാഥാർത്ഥ്യം എന്നാണ് അതൊന്നുമല്ല. നിനക്ക് വേണ്ടത് ഉയരത്തിലെ ശക്തിയാണ്. ഉയരത്തിലെ ശക്തി നിന്നിലേക്ക് വന്നാൽ നിന്റെ പ്രശ്നങ്ങളൊന്നും നീ പിന്നെ കാണത്തില്ല. ദൈവാത്മാവ് നിന്നെ നടത്തുവാൻ തുടങ്ങും. മനസ്സിലായോ? ഇത് ഉയരത്തിലെ ശക്തിയല്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ കടം മാറണം, രോഗം മാറണം, പ്രശ്നം മാറണം, കുഞ്ഞുങ്ങളെല്ലാം സൗഖ്യമാകണം, അവരെല്ലാം യഥാസ്ഥാനപ്പെടണം, അവർക്ക് ഒരു പ്രശ്നമില്ല. ഇത് കണ്ടോ, ഇതാണ് ഈ പ്രശ്നമായിരുന്നു ഈ ശിഷ്യന്മാർക്കും. അവരുടെ പ്രശ്നം ഇതായിരുന്നു. ഇതിനെല്ലാം കർത്താവ് ഇപ്പോൾ ഇരുന്ന് പരിഹാരം ഉണ്ടാക്കണം. മനസ്സിലായോ? ഈ വിശ്വാസം നമ്മളിലുണ്ടെങ്കിലും നമ്മൾ രക്ഷപ്പെടത്തില്ല. നമുക്ക് ഉയരത്തിലെ ശക്തി വളരെ പ്രാധാന്യമാണ്. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന ഉയരത്തിലെ ശക്തിയാണ്. വായിച്ചേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാവും. ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് യെരൂശലേമിലെ വിഷയം ചോദിച്ചപ്പോൾ ആടപ്പെടണോ? നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുവരികയോ എനിക്ക് കർത്താവ് എന്റെ വീടിന്റെ അടുത്ത ആ വിഷയത്തിൽ കർത്താവ് മറുപടി തരണം. എടാ, നിന്നെ ഇവിടുന്ന് കർത്താവ് ആത്മനിറവിൽ നിന്നെ കൊണ്ടുപോകാനിരിക്കുക, നീ പിന്നെ ഈ വീട് നോക്കിണ്ടിരിക്കാൻ പോവാണോ? എന്റെ പറമ്പിന്റെ അകത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട് കർത്താവേ, എന്റെ പശു പ്രസവിക്കുന്നില്ല, കോഴി മുട്ടയിടുന്നില്ല, അല്ല പരുന്ത് പറക്കുന്നില്ല, എന്നതൊക്കെ പ്രശ്നങ്ങളാണ് കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലര്. എന്താ പ്രശ്നം എന്നറിയാമോ? ഈ ഉയരത്തിലെ ശക്തി വരുവാനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ലോകത്തിന്റെ അറ്റത്തോളം നിന്നെ കൊണ്ടുപോകാനിരിക്കുമ്പോൾ നീ ഇവിടെ കിടന്നുകൊണ്ട് ഒരു വീടിന്റെ കാര്യവും ചെറിയൊരു വണ്ടിയുടെ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ ലോകത്തിന്റെ അറ്റത്തോളം പോകാതിരിക്കുക നീ. അപ്പൊ എന്താ പ്രശ്നം എന്നറിയാമോ? ഈ ഉയരത്തിലെ ശക്തി ഇല്ല. അതാ നിന്റെ ജീവിതത്തിലെ പ്രശ്നം. നിന്റെ പ്രശ്നം എന്നാന്നറിയാം, നിനക്ക് ഈ പരിഹാരം ഉണ്ടാകണം. ഇപ്പം ഈ വിഷയത്തിനൊക്കെ പരിഹാരം. പക്ഷെ കർത്താവ് നിനക്ക് തരാനിരിക്കുന്ന ഉയരത്തിലെ ശക്തിയാ. നമ്മൾ പാട്ടുകാരൻ പറഞ്ഞതാ, സ്തോത്രം, പരിശുദ്ധാത്മാവെ ശക്തി പറഞ്ഞ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവെ നീ. നമ്മൾ അറിയുന്നില്ല നമുക്ക് ആവശ്യം ശക്തിയാണെന്ന് ദൈവം അറിയുന്നു. നമ്മുടെ ആവശ്യം നമുക്ക് ശക്തിയൊന്നും വേണ്ട. എനിക്കിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം എല്ലാ ലോണും അടഞ്ഞു തീർന്ന് കടമെല്ലാം മാറി കൃത്യമായ പൈസ എന്റെ കയ്യിൽ കിട്ടുമ്പോൾ ആശ്വാസത്തോടെ കുറച്ച് ദിവസം ഇരിക്കും. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു ചിന്താഗതിയുള്ള മനുഷ്യർ വേറെയില്ല. എന്താണ് ഇതേ അവസ്ഥ ആർക്കുണ്ടായിരുന്നു? ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു. അവർക്ക് പെട്ടെന്ന് യഹൂദന്മാരെല്ലാം കൂടെ സാരമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇനി കർത്താവ് പോയിന്ന് വെച്ച് പ്രശ്നമൊന്നും, നമ്മൾ എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ, ഇത് പറയുന്നത് കേൾക്കാനാ ശിഷ്യന്മാരിരിക്കുന്നത്. ഒരു പ്രശ്നമില്ല കേട്ടോ, ഇനി നിങ്ങളെ ആരും തല്ലോ ഉപദ്രവിക്കൊന്നുമില്ല, ഓടിപ്പോന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം മറന്നു, ഒരു പ്രശ്നമില്ല കേട്ടോ. രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് ഈ കാലഘട്ടത്തിലോ. ഇവര് പിന്നെ എന്നതാ കേട്ടോണ്ട് വേണം ഇത്രയും നാളും. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഇത് പറഞ്ഞിട്ട് അപ്പൊ മനസ്സിലാക്കണം, കർത്താവെ പറയേണ്ട കാര്യം പറഞ്ഞിട്ട് പോകും. ദൈവാത്മാവ് ഇടപെടേണ്ട കാര്യങ്ങളെ ഇടപെടത്തും. നീ വീണ്ടും മുട്ടയിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവെ ആ വിഷയത്തിൽ ഇടപെട്ടില്ല കർത്താവെ. എടാ, നിനക്ക് നീ പറയുന്ന നിന്റെ വിഷയമാ. നിന്റെ യഥാർത്ഥ വിഷയം ഇതൊന്നും അല്ല. ആണോ? ഈ അപ്പോസ്തലന്മാര് യെരൂശലേം വിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോ പല രാജ്യങ്ങളും വെച്ച് ഇവന്മാരെ പിടിച്ചു കെട്ടുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്, തടവിലാക്കുന്നുണ്ട്. അത് വല്ല ഇവർ അറിഞ്ഞിരുന്നോ? ചെല്ലുന്ന രാജ്യത്ത് നിനക്ക് കടമുണ്ടാക്കാൻ പോവാ, ചെല്ലുന്ന രാജ്യത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവാ. നീ ഇത് വല്ല ഇന്ന് അറിഞ്ഞോ? ഇല്ല. നീ ഇപ്പൊ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അപ്പുറത്ത് കിടക്കുന്ന തോമാച്ചനും കറിയാച്ചനും പൗലോസൊക്കെ എന്നോട് സ്തോത്രം പറഞ്ഞുകൊണ്ട് കൈ തരണം. അവനൊക്കെ ആരാ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നീ ഇതൊക്കെ വിട്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം.
ഉയരത്തിലെ ശക്തി അവിടെ വെളിപ്പെടണം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന് ചിലത് അറിയാം. അത് എന്താ നമുക്കത് മനസ്സിലാവുള്ളൂ. ഉയരത്തിലെ ശക്തി വന്നേ അത് കഴിയത്തുള്ളൂ. മനസ്സിലാവുന്നോ? ഉയരത്തിലെ ശക്തി നമ്മളിൽ വെളിപ്പെട്ടാൽ മാത്രമാ നമ്മുടെ ഭാവിപരമായ പദ്ധതികളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ ഇടയാകത്തുള്ളൂ. ഉയരത്തിലെ ശക്തി നമ്മളിൽ വെളിപ്പെടണം. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ഈ വാക്യമെല്ലാം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വായിച്ചു വന്ന മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അവിടെ പറയുന്ന വാക്യം എന്താണ്? അതിന്റെ 12-ാം അധ്യായം, മത്തായി സുവിശേഷം 12-ാം അധ്യായത്തില് സ്തോത്രം അതിന്റെ 28-ാം വാക്യം വായിക്കുന്നത് എന്താണ്? ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ എന്ത് സംഭവിക്കുന്നു? ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. അടുത്തത് ശ്രദ്ധിക്കണം, ഈ ബലവാനെ പിടിച്ചു കെട്ടാനാണ് നിനക്ക് ഇന്ന് ദൈവത്തിന്റെ ശക്തി ആവശ്യമായിരിക്കുന്നത്. ആമേൻ. അവിടെ പറഞ്ഞിരിക്കുന്നു, ഉയരത്തിലെ ശക്തി വരുമ്പോ ദൈവരാജ്യം ഇവിടെ വെളിപ്പെടുക. എടാ, ഇസ്രായേലിന്റെ രാഷ്ട്ര യഥാസ്ഥാനപ്പാതാക്കി കൊടുക്കുന്നത് ഇപ്പോഴാണോ എന്ന് അറിയുന്നതിലും നല്ലതാ നീ പ്രാർത്ഥിക്കുമ്പോ സ്വർഗരാജ്യം ഇറങ്ങി വന്നാൽ നിന്റെ പേടി പോയില്ലേ? ഹല്ലേലൂയ. മനസ്സിലാക്കണം, പ്രവാചക ശിഷ്യൻ ചോദിച്ചു, പറഞ്ഞു, അയ്യോ അരാം സൈന്യം വന്ന് നിൽക്കുക, അവരെല്ലാം കൂടി ഇപ്പൊ ഒന്ന് നമ്മളെ മൂടിക്കളയും. അപ്പൊ ഇവന്റെ പ്രാർത്ഥനയും ഉപവാസം എല്ലാം എന്തിനാണെന്നറിയാം? ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. കർത്താവ് എന്ത് ചെയ്തു? അല്ലെങ്കിൽ പ്രവാചകൻ എന്ത് ചെയ്തു? ഇവന്റെ കണ്ണങ്ങ് തുറന്നു കാണിച്ചപ്പോ ഒരു മല മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അഗ്നി അശ്വകൾ, അഗ്നി രഥങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. ഒയ്യോ, അത് ഇറങ്ങിയൊന്നും അതില് എല്ലാം വരണ്ട, അതിൽ 2-3 ഇറങ്ങി വന്ന യുവമാരുടെ എല്ലാം പണി തീർന്നു. അപ്പോൾ എന്താ നീ കണ്ടത്? നീ എന്താ ഇതുവരെ കേട്ടത്? ഇന്ന് പകൽ വേളയില കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് മടങ്ങി വരാ. നീ എന്താ കേട്ടത്? നീ എന്താ കണ്ടത്? നിനക്ക് ആവശ്യമായിരിക്കുന്നത് ഉയരത്തിലെ ശക്തിയല്ലേ? ഇന്ന് ഒത്തിരി പേരെ സാത്താൻ വഞ്ചിച്ചോണ്ടിരിക്കുക കേട്ടോ. ഒരു ദൂത ഞാൻ പറയുന്നത്, ചിലരെ സാത്താൻ വഞ്ചിച്ചോണ്ടിരിക്കുക. സാത്താൻ പറയുക, നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറണം, ഈ കല്ലെല്ലാം അപ്പമായി തീരാതെ നിനക്ക് എങ്ങനെ വിശപ്പ് പോകുന്ന പറയുന്നത്. സാത്താന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കുന്നേ. നിനക്ക് ഉയരത്തിലെ ശക്തിയാണ് ആവശ്യം. ഹല്ലേലൂയ. നിനക്ക് ഉയരത്തിലെ ശക്തിയാണ് ആവശ്യം. അതുകൊണ്ടാണ് നീ യെരൂശലേം വിട്ടു പോകാതെ ഇന്ന് യെരൂശലേമിലായിരിക്കുന്നത്. നീ എന്തുകൊണ്ടാണ് ഇരിക്കുന്ന ഇടം വിട്ട് പോകാത്തെന്നറിയാവോ? നിന്നിൽ ദൈവശക്തി വരാത്തത് കൊണ്ടാ. ഉയരത്തിലെ ശക്തി നിന്നിൽ വന്നാൽ നിന്നിൽ വാഗ്ദത്തം വെളിപ്പെടും. എന്താ വെളിപ്പെടെ? നിന്നെ ലോകത്തിന്റെ അറ്റത്തോളം കൊണ്ടുപോകും. നീ എന്നാണോ അഭിഷേകത്തിന് ശക്തി നിന്നിൽ വരുന്നത്, അന്നേ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരത്തുള്ളൂ. എന്നാണ് ദൈവശക്തി നിന്നിൽ നിറയുന്നത്, അന്നാണ് യെരൂശലേം വിട്ടൊരു യാത്രയുള്ളൂ. മനസ്സിലാക്കണം, ഉയരത്തിലെ ശക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞത് അവരുടെ യഥാർത്ഥ അവസ്ഥ കണ്ടിട്ടാണ്. എന്നാൽ ദൈവശക്തിയാൽ നിറയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അളവിയ യഹൂദന്മാരെ പേടിച്ച് അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം തുറന്നു. അവിടെ കിടക്കുന്ന ശബ്ദം പിന്നെ ഒരു വിഷയമല്ല. യഹൂദന്മാർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും അതെനിക്ക് വിഷയമല്ല. യഹൂദന്മാർ എന്നെ കുറിച്ച് എന്ത് തീരുമാനിക്കും അതെനിക്ക് വിഷയമല്ല. അതാണ് ദൈവശക്തി കൊണ്ട് ഉളവാക്കപ്പെടുന്ന ദൈവിക നിയോഗങ്ങൾ. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ നാളുകൾ അഭിഷേകത്തിന് ശക്തിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തൊക്കെ പ്രാർത്ഥിക്കാൻ. നമുക്ക് ദൈവസ്ഥലം നമ്മുടെ കണ്ണുകളെ മൂടി നമുക്ക് ദൈവസ്ഥലം സ്തോത്രത്തിൽ നമുക്ക് ജാഗരിക്കാം. ദൈവസന്നിധിയിലേക്ക്